അതിലൂടെ അവസാനം ഈശോ പറഞ്ഞത് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിവിൽ ചെയ്യിക്കുക, നിങ്ങൾ നിത്യത അവകാശമാക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല, വീടില്ല, ജോലിയില്ല, രോഗമാണെന്നൊക്കെ പറയുന്ന വിഷയം എന്താണ്? അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത്, ഒരു ദൈവഭാഷയാണ്. നിൻ്റെ വേദനകളുടെ ഒരു ദൈവഭാഷയാണ്. എന്താണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ അവിടെ കാറിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. ക്രിസ്തുവിന് ഉടമ്പടിയില്ല, ക്രിസ്തുവിന് ആവശ്യമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ്. കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. എന്താണ്? എൻ്റെ വീട്ടിൽ കൂടെ പ്രാർത്ഥന ഉണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും. അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന്. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. മിഥുൻ അറിയേണ്ടത് അറിയാത്ത ഒരാളാണ്. അറിയേണ്ടത് അറിയാത്തത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ സഹനത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും. ദിറ്റ് ഇസ് സൗണ്ട് ഓഫ് ഹേർഡ്. ഇതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പറയാൻ നടക്കും. എന്തിനാണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ, റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. മിഥുൻ എന്താ സംഭവിച്ചത്? അവനായിരുന്നല്ല ദൈവം, അന്നദാതാവ്, ബ്രെഡ് ഗീവർ, വീട്ടിലെ ബ്രെഡ് ഗീവറായിരുന്നു. പെട്ടെന്ന് ആ ജോലി പോയി. കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകാരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ജോലി പോയി. അതോടുകൂടി ഇവൻ നിലംപരിശായി. നിൻ്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും മിലിറ്ററി ടാർഗറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ പഠനം, എൻ്റെ ആരോഗ്യം, എൻ്റെ തറവാടിത്തം, എൻ്റെ സമ്പത്ത് ഒന്നുമല്ല. കർത്താവേ, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ ആത്മവിശ്വാസം. കോൺഫിഡൻസ് കർത്താവിലാകുമ്പോൾ അത് പാറയുടെ ബലം ചെയ്യും. കർത്താവാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത്? അപ്പന് പെട്ടെന്ന് തലപ്പോച്ചിൽ വന്നു, അപ്പൻ ICU ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത്? ഞാൻ പാറപ്പുറത്താണ്. എന്താ കാര്യം? നമ്മളമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി, അതാണ് പാറയെന്ന് പറയണത്. ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആധ്യാത്മിക അജണ്ട അമ്മമാതാ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ദൈവം ഇവിടെ നിശ്ചയിച്ചിരിക്കുകയാണ് ഉടമ്പടിയിലൂടെ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാതെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നോളം കയറ്റി നിൽക്കുന്നു. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നോളം കയറ്റി നിൽക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ആ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ്. സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ്, സങ്കടസീനാണ്. ജോലി പോയി, ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട്, കടക്കാർക്ക് പറ്റുകടി പീടികയിൽ ബില്ല് വരും, പല പല പ്രശ്നങ്ങളാണ്. ഇനി ഇടയ്ക്ക് വല്ല ജ്ഞാനസ്ഥാനം, കല്യാണം ഒക്കെ വന്നാൽ കടം മേടിക്കേണ്ടി വരും, മറ്റുള്ള മുമ്പ് ചോദിക്കേണ്ടി വരും, പല പ്രശ്നമാണ്. ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ സംസാരിക്കുകയാണ്. അപ്പന്മാർ തമ്മിൽ ഒരു കൂട്ടാണ്. എന്താ കാര്യം? ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി, വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത്. അങ്ങനെയുള്ള മക്കളുണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട, ഞാൻ അകത്ത് മതിയെന്ന് എപ്പോഴും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് പറയുന്നത് അപ്പനും മകനും കൂടി ഇരുന്ന് ഇളം തന്നെ ഇരുന്നുകൊണ്ട് ഈ കഥ പറയുകയാണ്. മകൻ എന്ത് ചെയ്യോടാ? ഇല്ല അപ്പോൾ അപ്പം പറയും, നീ ഉടമ്പടി എടുക്കടാ, ഞാനല്ലേ ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്, നീ ഉടമ്പടി എടുക്കടാന്ന് പറയും. കാര്യം ഉടമ്പടി കുഞ്ഞ് ഓടിക്കാളെ, നീ ഉടമ്പടി എടുക്കടാന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് ഇതും പറയാണ്, അമ്മ ഞങ്ങളുടെ അടുത്തിരിക്കണ പോലെയൊക്കെ തോന്നി, വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ അപ്പനത് പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. എന്നിട്ട് ഇതും പറയണത്, അമ്മ ഞങ്ങളുടെ അരികിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അപ്പം അപ്പൻ പറയണത്, കേക്ക് മകനെ, അതാണ് ശരി, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്,
നീ ഇങ്ങനെയുള്ള ജീവിക്കേണ്ടവനല്ല, ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപ ആർജിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഇതാണ് സമയം. ഉടനെ മിഥുൻ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവടാന്ന് 3 കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ. അപ്പോൾ ഒരു കമ്പനി തട്ടിക്കളഞ്ഞ്. എന്താ കാര്യം? ആ കമ്പനിക്കാരൻ ചോദിക്കുന്ന ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റുപോകും. 1000 പേര് വേണമെങ്കിൽ അവർ 1 പേര് 2 പേരെ വേണമെങ്കിൽ അവർ 1000 പേരെ വിളിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെ പോകണം തീരുമാനിച്ചു. ബാക്കി 2 കമ്പനി അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. 2 കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 നല്ലതാണ്, പക്ഷേ ഉറപ്പില്ല. കാര്യം വിളിക്കണില്ല, അവർ വിളിക്കണില്ല. അതാണ് സംഭവം. ഇനി അമ്മ ടൈം മാത്രമായത് കാരണം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ 3 കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം. ഒന്ന് 9 മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല. രണ്ടാമത്തത് 12 മണിക്ക്. ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാം. 9 മണിക്കാണെങ്കിൽ തെണ്ടിപ്പോയണം. ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അറിയണം. ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആധ്യാത്മിക ഒരു AI ആണ്. അതായത് പ്രോഗ്രാം ചെയ്യും. സമയ ഘടികാരം നെഞ്ചുചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ് നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും. ഒന്ന് 9 മണിക്ക്, ഒന്ന് 12 മണിക്ക്, ഒന്ന് 4:30 മണിക്ക്. ഇങ്ങനെയുണ്ട് പരിപാടി. ഇത് ആർക്കും ചെയ്യാൻ പറ്റുമോ? 3 കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ ഉടമ്പടിയിലായി. ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി. അമ്മ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരണത്. അപ്പോൾ ഇവന് 1ാമത്തെ ഉടമ്പടിക്ക് 9 മണിക്ക് പോയി. 1ാമത്തെ ഇൻ്റർവ്യൂ 9 മണിക്ക് പോയി. അവരോട് സംസാരിച്ചു. അവർ ചുമ്മാ ബയോഡേറ്റ എവിടെയാണ് വർക്ക് ചെയ്തത്, അങ്ങനെ കുറച്ച് ക്യാഷ്വൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട്, നമ്മളെ ആവശ്യമില്ലെന്ന്. അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആളല്ല. ഇൻ്റർവ്യൂ ഈസി ആണെങ്കിൽ ഓർക്കുക, അവർ എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലെന്ന്. അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പേരെന്താ, എവിടുന്ന് തന്നെ പണ്ട് എവിടെ ഇരുന്ന് എന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവർ ആൾക്കാരെടുത്ത്. 12-ാം മണിക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റ്യനാണ്. എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്, അവിടുന്ന് പോരാൻ കാര്യം എന്താ, എങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടത്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കും. ഇവൻ്റെ കലിബറോ ഇവൻ്റെ എക്സ്പീരിയൻസോ ഒന്നും അത് ചോദിക്കണ്ട. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്, അതിലെ നിങ്ങൾ വിളിച്ചതെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 കമ്പനിയിലും ആളെ നേരെ എടുത്തതാണ്. 3ാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല. കാര്യം എന്താണ്, അവിടെ ചെന്നാൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് കാര്യം ആ കമ്പനിയെ ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ്. അതുകൊണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി. ഇനി തീർന്നില്ല, ഇൻ്റർവ്യൂ തീർന്നില്ല. പക്ഷേ 4 മണിയായപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് 3ാമത്തെ കമ്പനിയിൽ നിന്ന് വിളിച്ചു. കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത്, അമ്മ ഒരു 1 way or other മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ. അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴവില്ല് വീശി അടിച്ചെന്ന് പറയും. ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ. അത് അമ്മയെ കയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പടിയുടെ അടയാളമാണല്ലോ മഴവില്ല്. അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ല് നോക്കി. അത് മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു. 4 മണിയായപ്പോൾ 3ാമത്തെ സ്ഥലത്ത് തന്നെ വിളിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ്, മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഓടിയെത്തുമ്പോൾ 4:30 മണിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും, സാരമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിയായപ്പോൾ ഇവന് ഒരിടത്തും എത്തിയിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിലാണ്, കുഴപ്പമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. 5 മണിക്കാണ് അവിടെ എത്തണത്. 5 മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു. വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ നേരം നിന്ന് വിടുമ്പോഴും പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻറ്റ് ഓർഡറായി. അതെന്താ പ്രശ്നം, അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ ഉടമ്പടി ഇവൻ ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ്. അവരെടുക്കാനുള്ള ആളെ എടുത്തായിരുന്നു. ആ കമ്പനി 3ാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ്. ഇവൻ എടുക്കേണ്ട കാര്യമില്ല. മാതാവ് അവൻ്റെ പേര് ആ മുറി കയറിയിട്ട്
ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു, എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു. ക്ലർക്ക് പറഞ്ഞു, നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന്. കമ്പനി വെയിറ്റ് ചെയ്തതല്ല, കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ്. അതായത് ഇത് അത്രയും, അതായത് ഇപ്പോഴെന്താ ഈ മിഥുനെന്താ പറയണത്, എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടിയായി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഉടമ്പടിയിൽ മറ്റു പ്രാർത്ഥനാ രീതികളെ പോലെയല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വപ്നമായിട്ടും. ഒരു പ്രാവശ്യം ഇവർ ജോലി പോയില്ലേ, ജോലി പോയിട്ട് ഉടമ്പടി എടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇവനൊരു വെളുപ്പിന് 4 മണിക്കൂർ സ്വപ്നം കണ്ട് കൃപാസന മാതാവ് കരയണേ. അപ്പോൾ ഉടനെ മിഥുൻ അമ്മയുടെ ഉടുപ്പെ തൊടാൻ നേരത്ത് മാതാവ് ഇവരെ തള്ളി മാറ്റും, നീ എന്നെ തുടരുമെന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ എന്ന് വെച്ചാൽ നമ്മളെ ഉടമ്പടിയുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റിയ ആത്മീയ സാഹചര്യമുണ്ട്, തൊടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഉടമ്പടിയോട് പാലിക്കുന്നവരും ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റിയ, ദൈവം അതിനെ അനുവദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയോട് വിശുദ്ധിയും വിശ്വസ്തതയോടെയും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെയല്ല. ഇപ്പം ഇത് മിഥുൻ്റെ കാര്യം, രാധമ്മ, അതായത് എന്താണ് എൻ്റെ ജീവിതമെന്ന് ഇവർ തന്നെത്താൻ പറയാണ്, അമ്മച്ചി തന്നെത്താൻ പറയാണ്. എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ട് ഇവിടെ തന്നെ എന്താ, മകൻ മദ്യപാനിയാണ്, ഭാര്യയെ തല്ലുന്നു, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൻ്റെ മദ്യപാനം മാറി, അവൻ വിദേശത്ത് ജോലിക്ക് പോയി, അവന് പണമായി. രാധമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനത്തെ സ്ഥലമാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത്. പിറ്റേ ദിവസത്തിന് ആ ഫയൽ എടുക്കുകയാണ്, ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്കറിയാം, അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ രാധമ്മക്ക് ഒരു കാര്യം വെച്ചായി, ഇതെന്നെ സ്ഥലം ആരോടും പറയാതെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വരും, പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അവിടെ വന്നിരുന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. 9ാമത്തെ ചൊവ്വാഴ്ച പോയപ്പോൾ, 9ാമത്തെ ആരും പറയില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനൊന്നും. അപ്പോഴേ ഇവർ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമാണ്. ചിലർ ദൈവം ഒറ്റയ്ക്ക് നയിക്കും. അവർ ഓക്കെ ആണെങ്കിലേ അടുത്ത പടി, അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവരോട് പറഞ്ഞ്, നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്ക്, ഉപസിച്ചുകൊണ്ടിരിക്ക്. അങ്ങനെ 9 ചൊവ്വാഴ്ച ഇരുന്ന് 9ാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൊണ്ട പഴുത്ത് തൈറോയിഡാണ് അസുഖം. അത് ഉടമ്പടി വെച്ചോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ 9ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കഴുത്ത് ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണ പോലെ തോന്നും, എന്തോ സാധനം അടന്നു പോണ പോലെ തോന്നും. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന തൈറോയ്ഡ് കാണാനില്ല. അപ്പോഴവർക്ക് പിന്നെ അവിടെ വിശ്വാസം പെരുകിയില്ലേ. അവിടെ വീട്ടിൽ ചേർത്തിയോ ഉണ്ട് ആണെന്നത്. അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല. അവർ കുണ്ടളം കാഴ്ച ഇറങ്ങുന്ന പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കഷ്ണം പോലെ തൂങ്ങുകയാണ്, ഭയങ്കര വേദന. അപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി. നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുന്നത്. അപ്പം മിഥുൻ എന്നോട് പറഞ്ഞ് ഇവിടെ സാക്ഷ്യം എന്തറിയാവോ, ഈ പത്രം നിങ്ങൾ കൊടുക്കണത് ഇവിടെ പറയണ പോലെ ഞാനും എൻ്റെ അപ്പനും കൊടുക്കണത്. നിങ്ങളിവിടെ പറയണത് പള്ളിക്കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയും ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുകയില്ലേ. ഞങ്ങളങ്ങനെയല്ലേ ചെയ്യണത്. ഞാനും അപ്പനും കൂടി പത്രം കൊണ്ട് പോകും. അപ്പം പുറകെ ഇരിക്കും, ഞാൻ ബൈക്ക് ഓടിക്കും. എന്നിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ അത്ഭുതവും പറയും. ഇപ്പം ഇതിന് അപ്പനും ചെയ്യണത് എന്താ, അവർ ബൈക്കൊക്കെ കയറി, മകൻ ബൈക്ക് ഓടിക്കും, അപ്പം പുറകെ ഇരിക്കും. ജോലിയും പോയി, എല്ലാം പോയി, കടത്തിലായി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവരവരുടെ വിശ്വാസത്തിന് വിളക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്നുവെച്ചും അവരോട് പറയും, ഇന്നലെ കൃപാസനത്തിൽ ഇന്ന അത്ഭുതം നടന്ന്. എന്നിട്ട് ഇവരതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിടും. കൃപാസനത്തിൽ നടന്ന് ഏറ്റവും നല്ല അത്ഭുതം നോക്കിയിട്ട് സന്നദ്ധം എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിടും. അതെല്ലാവർക്കും ഷെയർ ചെയ്യും.
അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അതനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന സദ്വാർത്ത നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കൈമാറേണ്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം, പേടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണത് സംബന്ധിച്ചിടത്തോളം ദൈവവും അവൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കമ്പനിയിൽ പോയി, വിളിക്കാത്ത കമ്പനി, കിട്ടാത്ത ജോലിക്ക് അവനെ മാത്രം വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പോയി കാത്തു നിൽക്കാൻ അവിടെ. ദൈവം അതുപോലെ എൻ്റെ അപ്പുറത്തും ചെയ്യുന്ന ആളാണെന്ന് ഈ കുരിശുരൂപം കാണുമ്പോൾ ഏത് കഴുതക്കും മനസ്സിലാവും. കുരിശുരൂപം ഞാൻ എന്താ കുരിശുരൂപം എങ്ങനെ വെച്ചിരിക്കണത്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാണ്. എന്താണ്? ദൈവം നിന്നെ വീണ്ടെടുക്കാൻ, നീ ഒറ്റ ആളാണെങ്കിൽ പോലും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ അല്ലേ കുരിശുരൂപം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും തുറന്നൊരു വായനാ പുസ്തകമാണ് കുരിശുരൂപം. അതുപോലെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിഷമമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കണത്. പക്ഷെ അത് ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് പ്രശ്നം. ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. രാധമ്മ എന്താ ചെയ്യണത്? രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ, അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും. എന്നിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. സങ്കടം വരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാധമ്മ പറയണത് കൃപാസന മാതാവിനെക്കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത്. അത് പറഞ്ഞ് അവസാനം അങ്ങനെ സുവിശേഷം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അടയാളം കൊടുക്കും. അടയാളം അത്ഭുതം പറഞ്ഞത് അങ്ങനെയാണ്. ആദ്യമേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോമിനി ജോണി. ഞാൻ പുന്തല തിരുകൃത മലങ്കര കത്തോലിക്ക ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അത് വെറുതെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പിന്നെ 2023 ഒക്ടോബറിൽ എനിക്കൊരു കൃപാസനത്തിൻ്റെ പത്രം കിട്ടി. ഞാനത് വായിച്ചപ്പോൾ OET IELTS വിവിധ പരീക്ഷകളിൽ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനേക പ്രാവശ്യം എഴുതി പരാജയം സംഭവിച്ച് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് കുഞ്ഞുങ്ങൾ ജയിച്ചതായിട്ട് വായിക്കുവാൻ സാധിച്ചു. അപ്പോഴേ എനിക്കും തോന്നി കൃപാസനത്തിലൊന്ന് വരണമെന്ന്. കാരണം എൻ്റെ മകന് 2023 നവംബറിൽ CA എക്സാം എഴുതാൻ തയ്യാറാവുകയാണ്. ആദ്യം ഇവനൊന്ന് എഴുതിയിരുന്നു, അത് പരാജയപ്പെട്ടു. രണ്ടാമത്തെ പരീക്ഷ പാസ്സാകണമെന്ന് വിചാരിച്ച ഞാൻ ഇവിടെ കടന്നു വന്നത്. അപ്പം ഞാനും മോനും കൂടെയാണ് കടന്നു വന്നത്. മോനാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ അവനെ എക്സാമിന് വേണ്ടി എല്ലാം പഠിച്ചു. വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയൊക്കെ ഉണ്ടായി. 2024 ജാനുവരി 27 ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി നന്നായിട്ട് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ മെയ് 2 മോൻ എക്സാമായി. ഞങ്ങൾ രണ്ടുപേരും കഠിനമായിട്ട് പ്രാർത്ഥിച്ചു. ഈശോയോടും പരിശുദ്ധ അമ്മയോടും കഠിനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ ആദ്യത്തെ പരീക്ഷ വലിയ കുഴപ്പമില്ലാതെ പോയി. രണ്ടാമത്തെ പരീക്ഷ ഓഡിറ്റായിരുന്നു. അവന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അവൻ വന്ന് സങ്കടപ്പെട്ടു. ഇങ്ങനെ കട്ടിലയിലൊക്കെ ഇങ്ങനെ കിടന്നു ഇരുന്നും വളരെ സങ്കടപ്പെട്ടിരുന്നു. അപ്പം ഞാനും കൂടെ അവൻ്റെ കൂടെ സങ്കടപ്പെട്ടാൽ അവൻ ഒത്തിരി സങ്കടമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനെ ധൈര്യം പകർന്നു കൊടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാരമില്ല, പോട്ടെ, എല്ലാം ദൈവഹിതമല്ലേ എന്ന് പറഞ്ഞ് അവന് ആശ്വാസം പകർന്നു കൊടുത്തു. എങ്കിലും ആ രാത്രിയിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല. ഞാനും വളരെയധികം പ്രയാസം അനുഭവിച്ചു. പിറ്റേന്ന് ഞങ്ങളിതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഒരു ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വചനം അന്നത്തെ ഇതായിരുന്നു, നിങ്ങൾ കൃപാസനത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുക. ആ ഒരു വചനം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. അപ്പോൾ ഞാൻ മോനോട് എന്ന് പറഞ്ഞു, നമ്മൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നമ്മുടെ കൂടെ കൃപാസനം അമ്മയുണ്ട്. നീ ആ എഴുതാത്ത വിഷയത്തെപ്പറ്റി സങ്കടപ്പെടാതെ ഇനി എഴുതാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പഠിക്കുക. അങ്ങനെ അവന് ബാക്കി എല്ലാ സബ്ജക്റ്റും ഒരുവിധം നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു. എന്നാൽ ഓഡിറ്റ് എന്ന വിഷയം അവന് ഭയങ്കര പാടായിരുന്നു. അതിനെ ജയിക്കുമെന്ന് വിചാരിച്ചതുമല്ല. അങ്ങനെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ നോക്കിയിരുന്നു. ഇതിനിടയിൽ അവനൊരു ചെറിയ ജോലി കിട്ടിയായിരുന്നു. അതിന് അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജൂലൈ 11 സിയുടെ റിസൾട്ട് വരികയായിരുന്നു. രാവിലെ ഇവൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് 10 മണിയാകുമ്പോൾ റിസൾട്ട് വരും. പക്ഷേ ഞാൻ നോക്കുന്നില്ല, ഞാൻ പോയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് നോക്കാം. അങ്ങനെ ഇവൻ 6:30 ആയപ്പം വന്നു. അന്ന് രാവിലെ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഓർത്തു, ദൈവമേ, ഇന്ന് കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ചാപ്പൽ കാണാനിടയായി. ഞാൻ ഡോക്ടറെ കണ്ടതിന് ശേഷം
ആ ചാപ്പലിൽ കയറി മാതാവിൻ്റെയും ഈശോയുടെയും ഒക്കെ രൂപം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കമന്ന് വീണ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇന്നെന്നെ സങ്കടപ്പെടുത്തല്ലേ മാതാവേന്ന്. പിന്നെ ഒരു വചനം അവിടെ ഇങ്ങനെ നിവർന്നിരിക്കുകയായിരുന്നു. 91, 92, 93, 94 ഇങ്ങനത്തെ പേജുകളടങ്ങിയ ഒരു വചനമായിരുന്നു. പക്ഷേ 92-ാമത്തെ സങ്കീർത്തനത്തിലേക്കാണ് എൻ്റെ കണ്ണുകൾ പോയത്. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു, അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. ആ ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എൻ്റെ മകന് 100% ഈ CA എക്സാം പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. 6:30 മകൻ കടന്നു വന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ റിസൾട്ട് നോക്കുന്നില്ലേ? അപ്പോൾ ഇവൻ അത് കേൾക്കാതെ കൊണ്ട് തന്നെ പോയി കുളിച്ച് ചായ കുടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നീ റിസൾട്ട് നോക്കുന്നില്ലേ കുഞ്ഞെ? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ലമ്മേ, നമുക്ക് പ്രാർത്ഥിക്കാം. തിരി കത്തിച്ച് മാതാവിൻ്റെ അടുക്ക് പോയി പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാം. അങ്ങനെ ഞങ്ങൾ 8 മണിയായപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി റിസൾട്ട് നോക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചേക്കുമായിരുന്നു. ഞാൻ കണ്ണടച്ചുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ രാത്രിയിൽ നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ, ഞങ്ങൾക്ക് സന്തോഷിപ്പാനുള്ള കൃപ തരണമേ എന്ന്. കാരണം മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഇവൻ്റെ എക്സാം കഴിഞ്ഞിട്ട് അത്ഭുതകരമായ വിജയം നീ തരണമേ എന്ന്. പക്ഷേ ഇന്ന് ഞാൻ ആ ഹോസ്പിറ്റൽ ചാപ്പലിൽ കയറിയ വചനവും എനിക്ക് അതുതന്നെയായിരുന്നു, അത്ഭുത പ്രവൃത്തികൾ എന്നെ ആനന്ദഗീതം ആലപിച്ചു എന്ന്. അതുകൊണ്ട് അത്ഭുത വിജയം തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കുഞ്ഞ് റിസൾട്ട് നോക്കിയപ്പോൾ അവന് മകളും കൂടെ ഉണ്ടായിരുന്നു. അവൾ വലിയ കയ്യടിയോടെ ഉച്ചത്തിൽ നിലവിളിച്ചു, അമ്മേ ജിത്തു പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ അടുക്ക് ചെന്ന് മുട്ടുകുത്തി കരഞ്ഞ് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ആങ്ങളയുടെ മകന് ഒരു കല്യാണം നടക്കുന്നില്ലായിരുന്നു. അവനിപ്പോൾ 31 വയസ്സായി. 2 വർഷം കൊണ്ട് അവന് കല്യാണാലോചനയാണ്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അവൻ ബഹറിൽ ജോലി ചെയ്യുകയാണ്. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, നീ എപ്പോൾ ഇനി നാട്ടിൽ വന്നാലും കൃപാസനത്തിൽ നമുക്കൊന്ന് പോകണം, അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കണമെന്ന്. അവനൊരു എമർജൻസി ലീവിന് ഒരു മാമോദീസയുടെ ആവശ്യത്തിന് വേണ്ടി 20 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നു. അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചു. അവൻ തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ കല്യാണം എല്ലാം ഉറപ്പിച്ചു, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കുറപ്പിച്ച് വെച്ചേക്കുകയാണ്. ഈ നവംബറിൽ അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ കല്യാണമാണ്. 3ാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ചേച്ചിയുടെ മോനും മകളും അമേരിക്കയിലാണ്. അവർ 7 വർഷമായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ആ കുട്ടിക്ക് RN എന്ന എക്സാം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പലതവണ ഇങ്ങനെ എക്സാം എഴുതുകയുണ്ടായി. അപ്പോൾ ഈ ഫെബ്രുവരിയിലെ എക്സാമിന് മോൻ എന്നോട് വിളിച്ച് പറഞ്ഞു, ആൻറ്റി എനിക്ക് ഒരു കാര്യം ആൻറ്റിയോട് പറയാനുണ്ട്, ഇതുപോലെ ചിഞ്ചു മോൾക്ക് എക്സാമാണ്, ഇതുവരെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടില്ല, അപ്പോൾ ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട മാത്രമേ ഞാൻ പറഞ്ഞു, മോനെ ആൻറ്റി പ്രാർത്ഥിക്കാം, ഇത്രയും നാളും എഴുതിയ എക്സാം പോലെ അല്ലായിരിക്കും അവൾ ഈ പ്രാവശ്യം എഴുതുന്ന എക്സാം. കാരണം ആൻറ്റി കൃപാസന അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ആൻറ്റി അമ്മയോട് പ്രാർത്ഥിക്കുക, അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും മോള് ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം, എപ്പോൾ നാട്ടിൽ വന്നാലും കൃപാസന അമ്മയുടെ അടുക്കൽ നിങ്ങൾ 2 പേരും കടന്നു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയോടൊപ്പം ഞാനും പ്രാർത്ഥിച്ചു നന്നായിട്ട്. മാതാവ് എന്നെ നാണം കെടുത്തല്ലേ, കാരണം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. കൃപാസന അമ്മയോട് ഞാൻ പോയി പ്രാർത്ഥിക്കാം, അപ്പോൾ ഈ പ്രാവശ്യം അവൾ ജയിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് അമ്മ എന്നെ നാണം കെടുത്തല്ലേ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എങ്ങനെയായാലും എൻ്റെ പ്രാർത്ഥനയും അവരുടെ പ്രാർത്ഥനയും കേട്ട് തമ്പുരാൻ അവൾക്ക് നല്ല വിജയം കൊടുത്തു. അവരെ ഈ ഓഗസ്റ്റിൽ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് രോഗസൗഖ്യം കിട്ടിയതാണ്. രോഗസൗഖ്യം എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഈ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ടായിരുന്നു. മുട്ടിന് വേദന മരുന്നൊന്നും കഴിച്ചിരുന്നില്ല. ഈ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ചൂട് മാത്രം വെച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ആ മുട്ടിൻ്റെ ഭാഗത്ത് എനിക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുകയില്ല, നല്ല വേദനയാണ്. അത് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ കൃപാസനം പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുട്ടിന് വേദന എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മുട്ടിന് വേദനയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ എനിക്കിപ്പോൾ മുട്ടിന് വേദന ഇല്ലേ? കാരണം ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ ചൂടൊന്നും ഞാൻ വെക്കുന്നില്ലല്ലോ. അങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മുട്ടിന് വേദനയില്ല. പിന്നെ എൻ്റെ ഈ ഇടത് കൈയുടെ വിരലിൻ്റെ ഈ ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു. ഈ വിരൽ മടക്കാനും പറ്റത്തില്ല, ഈ വിരൽ ഇത്രയും മടങ്ങത്തുള്ളായിരുന്നു. അതും ഈ കൃപാസനം പള്ളിയിൽ വന്നതിന് ശേഷം മാത്രമാണ് സൗഖ്യപ്പെട്ടത്. ഞാൻ മരുന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് തലവേദന, ഞാൻ ചെറുപ്രായം മുതലേ തലവേദനയുടെ ആളാണ്. പെയിൻ കില്ലർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ഒരു 8 രാവിലെ 8:30 വെയിൽ കൊണ്ടാൽ പോലും തലവേദനയാണ്. അപ്പോൾ തലവേദന ഇവിടുത്തെ ഉടമ്പടി തൈലങ്ങളൊക്കെ തേച്ച് തലവേദനയ്ക്ക് ഒരുപാട് ശാന്തത വന്നു. ഞാൻ വിക്സ്, എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും, നിനക്ക് എന്താ തലവേദനയാണ്, വിക്സ് വാരി തേക്കുന്നല്ലോ. മോൻ എന്നോട് പറയും, അമ്മ എന്തിനാണ് വിക്സ് ചുമ്മാതെ ഇങ്ങനെ തേക്കുന്നത്, വിക്സ് എപ്പോഴും ഉപയോഗിക്കില്ലേ എന്ന് പറയും. പക്ഷേ വിക്സ് ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല. ഭയങ്കര തലവേദനയാണെങ്കിൽ പെയിൻ കില്ലർ ഉപയോഗിക്കും. പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വിക്സ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, പെയിൻ കില്ലർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അമ്മ മാതാവ് എൻ്റെ തലവേദന പൂർണ്ണമായി മാറ്റി തന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ധാരാളം
പത്രം മേടിച്ചുകൊണ്ട് പോകും. മോൻ്റെ പരീക്ഷയുടെ ആ തലേന്ന് വന്ന് ഞാൻ 7-8 പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് മോൻ്റെ പരീക്ഷയുടെ ആ ദിവസങ്ങളിൽ തന്നെ രാവിലെ പോയി എല്ലാവർക്കും ഓരോ കെട്ട് പത്രം ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ ദിവസവും പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ നേരത്തെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതിൽ ഞാൻ സന്നദ്ധത കാണിച്ചുകൊണ്ടിരുന്ന ഒരുവളാണ്. ഇപ്പോൾ അത് ഒന്നുകൂടെ തീക്ഷ്ണമായി. ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാ മാസവും പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്നു. അവിടെ ആ വാർഡിൽ പൊതിച്ചോറ് തികയാത്തവർക്ക് അവർക്ക് ആഹാരം കഴിക്കാനുള്ള പൈസ കൊടുത്ത് സഹായിക്കുന്നു. പിന്നെ അനാഥാലയം, ഞങ്ങളുടെ അവിടെ ഒരു അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു ആലയമുണ്ട്. അവിടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുകയും തുണികൾ കൊണ്ടു കൊടുക്കുകയും പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും അവരോടൊപ്പം കുറച്ച് നേരം ചെലവഴിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു ന്യൂറോ പേഷ്യൻ്റായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ ഉടമ്പടിയിലായ സമയം തൊട്ട് ആ മാസം തൊട്ട് ആ കുട്ടിക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. പിന്നെ ഓരോ ആഴ്ചയിലും ഞാനിങ്ങനെ വിചാരിക്കും, മാതാവ് ഈ ആഴ്ച ഞാൻ ആർക്കും ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. പക്ഷേ മാതാവ് ഞാൻ വിചാരിക്കുന്ന അന്നോ അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ആരെയെങ്കിലും എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. നേരത്തെ എൻ്റെ വീട്ടിൽ വിഷയ്ക്ക് വരുന്നവരോട് ഞാൻ ചോദിക്കുമായിരുന്നു, നേരത്തെ ഒന്ന് വന്നിരുന്നില്ലേ? പക്ഷേ ഇപ്പോൾ ഞാൻ വരുന്നവരോട് പറയും, ഇനി എപ്പോഴെങ്കിലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ കയറാൻ മടിക്കല്ലേ, കയറി വരണേ എന്ന് പറയും. അതൊക്കെ ഈ കൃപാസനത്തിൽ വന്നതിൻ്റെയും ഉടമ്പടിയിലൂടെയും എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ 3:50 എല്ലാ ദിവസവും എഴുന്നേറ്റ് ജപമാല ചൊല്ലും, ബൈബിൾ വായിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു നോട്ട്ബുക്കിൽ എഴുതും. അങ്ങനെ ജപമാല ചൊല്ലിയതിന് ശേഷം 4-ാം ദിവരഹസ്യം ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ലത എന്ന് പറയുന്ന ഒരു ചേച്ചി ഇമ എന്ന മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചി അന്നേരം ഓർത്ത് 4-ാം ദിവരഹസ്യം പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ഓർക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതാൻ വന്നപ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് വെറുതെ ഒന്ന് യൂട്യൂബ് ചാനൽ ഓണാക്കിയപ്പോൾ ഞാൻ എന്താണോ ആ സംശയം വിചാരിച്ചത്, ആ സാക്ഷ്യം ലത എന്ന ചേച്ചിയുടെ സാക്ഷ്യം തന്നെ എനിക്ക് കിട്ടി. ഞാനത് മൊത്തം വായിച്ചപ്പോൾ ആ ചേച്ചിയുടെ വീട് തിരുവനന്തപുരമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ എന്ത് മാതാവിനോട് ചോദിക്കുന്നുവോ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് ഈശോയും നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു. ഇതെല്ലാം ഉടമ്പടിയിലൂടെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പേര് ജിത്തു. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ജൂലൈ 11-ാം തീയതി CA എക്സാം ക്വാളിഫൈ ആയി. ഞാൻ അത്യാവശ്യം നല്ലപോലെ പഠിച്ചിട്ടായിരുന്നു എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് പഠിച്ചൊന്നും ഓർമ്മയും വരുന്നില്ല. എനിക്കത് നല്ലപോലെ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വളരെയധികം ഞാൻ എല്ലാ പരീക്ഷയ്ക്കും കാശുരൂപം കൈവച്ച് ഉപ്പ് അവിടെ എല്ലാം ഇട്ടിട്ടായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ബാക്കി എല്ലാ എക്സാമും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഒരു പേപ്പർ മാത്രം എനിക്ക് പാസ്സാവത്തില്ലെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് വരെ ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പറിന് ഫെയിലായിട്ടുണ്ടെങ്കിലും എല്ലാ പേപ്പറും പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഹോളിൽ ഇരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം ഈ പേപ്പർ ഒന്ന് ക്ലിയർ ആവണേ. കഴിഞ്ഞ അറ്റൻറ്റും ഞാൻ ഈ സെയിം പേപ്പറിനാണ് ഫെയിലായത്. അപ്പോൾ ഈ അറ്റൻറ്റും എനിക്ക് പഠിച്ചിട്ടും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എക്സാം 5 മണിയാകുമ്പോൾ തീരും. ഞാൻ ഒരു 4:30 ആയപ്പോഴത്തേന് ഏകദേശം ഒരു തീരുമാനമായി. ഇനിയും പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് അടുത്ത അറ്റംപ്റ്റ് എഴുതേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഇൻവിജിലേറ്റർ അവസാനം പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ്, ഒരു കീ ചെയിൻ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഞാൻ ഇനിയും ഒന്നും എഴുതുന്നില്ല, ഇത്രയും മതി, എന്തായാലും ഇനി ആ പേപ്പറിന് ഞാൻ പാസ്സാവുന്നൊരു എക്സ്പെക്റ്റേഷനിൽ ഞാൻ എക്സാം ഹോൾ വിട്ട് വീട്ടിൽ വന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഞാൻ എഴുതിയതിനകത്ത് തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായി. ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായി. അടുത്ത ദിവസത്തെ എക്സാമിന് ഞാൻ ശരിക്കും പഠിച്ചില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ എനിക്ക് എന്തോ ഒരു ധൈര്യം വന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം സെൻട്രൽ ഇലക്ഷൻ ആയതുകൊണ്ട് എക്സാം 1 മാസം പോസ്റ്റ്പോൺ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാ വട്ടവും അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്ന വെച്ചു. പക്ഷേ പോസ്റ്റ്പോൺമെൻറ്റ് നടന്നില്ല. കറക്റ്റ് ഡേറ്റിൽ തന്നെ എക്സാം നടന്നു. അപ്പം ഞാൻ അന്ന് വൈകിട്ട് ഞാൻ പോർഷൻസ് ഒന്നും കവറപ്പ് ആയിട്ടില്ല, റിവിഷൻ പോലും സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പം ഞാൻ അന്ന് വൈകിട്ട് ബൈബിൾ വായിക്കാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ തിരുവചനം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യമാണ്. അതായത് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനായുള്ളതല്ല, പകരമോ നിൻ്റെ ക്ഷേമത്തിനായുള്ളതാണ്. അത് വായിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഞാനെന്ന എക്സാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യാം, 2 ഗ്രൂപ്പ് എഴുതണ്ടെന്നുള്ള തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ ഈ വചനം വായിച്ചതിന് ശേഷം എനിക്ക് എന്തായാലും എക്സാമിന് 2 ഗ്രൂപ്പ് അപ്ലൈ ചെയ്യണം, എങ്ങനെയായാലും അറ്റൻഡ് ചെയ്തേക്കാം, ദൈവം തന്നൊരു സൂചനയാണല്ലോ എന്നോർത്ത് ഞാൻ പഠിച്ചു. അതെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ റിസൾട്ട് വന്നപ്പം ഇതുപോലെ തന്നെ ഞാൻ അന്ന് രാവിലെ തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു കാര്യങ്ങൾ. ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. കാരണം ഈ ഒരു പേപ്പറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്കത് കാരണം വാല്യുവേഷൻ അങ്ങനെ ആയിരിക്കും, എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ലെന്നുള്ള എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം എന്താണോ പാസ് മാർക്ക് വേണ്ടത് ആ കറക്റ്റ് പാസ് മാർക്ക് എനിക്ക് ആ പേപ്പറിന് കിട്ടുകയും 2 ഗ്രൂപ്പ് എനിക്ക് ക്ലിയർ ചെയ്യാനും പറ്റി. ഇത് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൃപയാലല്ല, അച്ഛൻ പറയുന്ന പോലെ എപ്പോഴും ഗോഡ്സ് ഗ്രേസ് ആണ്. പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. വൈകിട്ട് വന്നിരുന്ന് ഞാൻ 2 മണിക്കൂർ ഇവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു.
അച്ഛനെ കാണാനും എനിക്ക് സാധിച്ചിരുന്നു. അച്ഛൻ്റെയും അനുഗ്രഹം എനിക്ക് കിട്ടിയിരുന്നു. എല്ലാം അമ്മ മാതാവ് വഴി തിരുക്കുമാരൻ എനിക്ക് നേടി തന്നതാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അമ്മ മാതാവിന് 1000 നന്ദി.